ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളെ പരസ്പരം പോരടിപ്പിക്കാൻ ഇടയാക്കുന്ന വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഒരു പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോയാണ്. വലിയ അഭിമാനത്തോടെ ആചരിക്കേണ്ടുന്ന ഒരു ദിവസം ഒരു വന്ദേ മാതരത്തിൽ മുങ്ങിപ്പോയൊരവസ്ഥ കണ്ടു. ഈ വിഷയം RSSുമായും BJPയുമായി എന്തു ബന്ധമാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ശരിക്കും പരിശോധന നടത്തേണ്ടത്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 80ാം വാർഷിക ദിനം ആചരിച്ചിരിക്കുകയാണ്. വലിയ സന്തോഷത്തോടെ വലിയ അഭിമാനത്തോടെ ആചരിക്കേണ്ടുന്ന ഒരു ദിവസം ഒരു വന്ദേ മാതരത്തിൽ മുങ്ങിപ്പോയൊരവസ്ഥ കണ്ടു. സത്യത്തിൽ ഈ ഒരു വിവാദത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ബോധപൂർവം മറക്കുകയും ജനങ്ങളെ പരസ്പരം പോരടിപ്പിക്കാൻ ഇടയാക്കുന്ന വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഒരു പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അയോധ്യ വിഷയം ഇവിടെ ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പൗരത്വ ഭേദഗതി ഇവിടെ ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 ഉണ്ടായത്. അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ ജനങ്ങളെ പരസ്പരം പോരടിപ്പിക്കുന്നതിന് വേണ്ടി ഭരണകൂടം തന്നെ സ്പോൺസർ ചെയ്യുന്ന, ഇന്ത്യ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, അഭിമുഖീകരിച്ചിട്ടില്ലാത്ത വിഷയങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയോധ്യയിൽ വമ്പൻ സ്വർണ്ണക്കൊള്ള നടന്നതിന് ശേഷം ഇന്ത്യയിലെ ഹിന്ദു ജനവിഭാഗത്തെ ഇക്കിളിപ്പെടുത്താൻ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയ ഒരു വിഷയമാണ് വന്ദേമാതരം. ഈ വിഷയം RSSുമായും BJPയുമായി എന്തു ബന്ധമാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ശരിക്കും പരിശോധന നടത്തേണ്ടത്. ആ പരിശോധനയിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായും വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇന്ത്യയുടെ 2 പ്രധാനപ്പെട്ട ഗീതങ്ങളും ഗാനങ്ങളും എന്ന് പറയുന്നത്, ഒന്ന് ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ വന്ദേ മാതരം, അത് ദേശീയ ഗീതമാണ്. അതുപോലെ തന്നെ ജനഗണമന, അത് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയത് ദേശീയ ഗാനമാണ്. ഇതിന് രണ്ടിനും ഔദ്യോഗിക പരിവേഷം ലഭിക്കുന്നത് 1950 ജനുവരി മാസം 24-ാം തീയതിയാണ്. അതിനു മുൻപ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് തീപിടിപ്പിച്ച ഗീതവും ഗാനവുമായിരുന്നു ഇത് രണ്ടും. എപ്പോഴാണ് വന്ദേ മാതരം ഇന്ത്യയിൽ പിറവി കൊണ്ടത്? 1882 നമ്മുടെ ഈ വന്ദേ മാതരം ഇന്ത്യയിൽ ഔദ്യോഗികമായി ഒരു നോവലിനകത്ത് പ്രത്യക്ഷപ്പെടുന്നു. ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ. അതിനുശേഷം അത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ചൊല്ലുന്ന ഒരു ഗീതമായി പലപ്പോഴും മാറി. എവിടെയാണ് ഇത് ആദ്യമായി ചൊല്ലുന്നത്? 1911 ഡിസംബർ മാസം 27-ാം തീയതി നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിലാണ് വന്ദേമാതരം ആദ്യമായിട്ട് ഒരു ദേശീയ തലത്തിൽ ആലപിക്കപ്പെടുന്നത്. അപ്പോൾ ആരാണ് വന്ദേമാതരത്തിൻ്റെ ഉപജ്ഞാതാക്കൾ? ദേശീയ ധാരയിലേക്ക് ഈ മഹത്തായ ഗീതത്തെ കൊണ്ടുവന്നത്, എത്തിച്ചത് ആരാണ്? ആരാണ് ദേശീയതയുടെ ഭാഗമായി ഇത് ചൊല്ലിക്കൊണ്ടിരുന്നത്? അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ വേദികളുമാണ്. അവിടെ 6 പ്രധാനപ്പെട്ട പാര, അതായത് നമ്മൾ ശ്ലോകങ്ങൾ എന്ന് പറയുന്നത് പോലെ 6 എണ്ണം. അതിൽ ആദ്യത്തെ 3-ഉം രണ്ടാമത്തെ 3-ഉമാണ് ഇപ്പോൾ ഈ ഇത്രയും വലിയ വിഭാഗീയമായിട്ടുള്ള ചിന്താപദ്ധതികൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. വന്ദേമാതരത്തിൻ്റെ എല്ലാ വരികളും സത്യത്തിൽ ഇന്ത്യയെ പ്രകീർത്തിക്കുന്നത് തന്നെയാണ്. ഇന്ത്യയുടെ പ്രകൃതിയെ, ഇന്ത്യയുടെ സൗന്ദര്യത്തെ, ഇന്ത്യയുടെ എന്താണ് പറയുന്നത്, ധാതുക്കൾ ഉൾപ്പെടെയുള്ള പ്രകൃതി സമ്പത്തിനെ, ഇന്ത്യയിലെ അന്നത്തെ 36 കോടി വരുന്ന ജനതതി, അത് ഇന്ത്യയുടെ ശക്തി, അതുപോലെ തന്നെ ഇന്ത്യയുടെ സമ്പത്ത്, ഇന്ത്യയുടെ ചരിത്രപരമായിട്ടുള്ള അതിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള സാഹിത്യം, ഇതിനെയെല്ലാം കണ്ടുകൊണ്ടാണ്
കവി അങ്ങനെ ഒരു കവിത അല്ലെങ്കിൽ ഒരു ഗീതകം ഉണ്ടാക്കിയത്. പക്ഷേ പിന്നീട് അത് സ്വാതന്ത്ര്യ സമര പോരാട്ട കാലഘട്ടത്തിൽ തന്നെ പല രീതിയിലുള്ള വിവാദങ്ങൾക്കും ഇടയാക്കി. മുഹമ്മദ് അലി ജിന്നയെപ്പോലുള്ള അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. ഗാന്ധി ഒരു ഘട്ടത്തിൽ വന്ദേമാതരത്തിൻ്റെ എല്ലാ ഭാഗത്തോടും ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹം ഇന്ത്യയുടെ ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മഹനീയ ദർശനത്തിന് ഒരു കാലഘട്ടത്തിലും മുറിവേൽക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഹിന്ദു ദേവതകളായി മാറിയിരിക്കുന്ന ദുർഗയെയും ലക്ഷ്മിയെയും സരസ്വതിയെയും ഒക്കെ ബന്ധപ്പെടുത്തി നിൽക്കുന്ന വരികൾ ഉപേക്ഷിക്കുകയും അതിനു പകരം ഇന്ത്യയുടെ പ്രകൃതിയെയും ഇന്ത്യയുടെ സൗന്ദര്യത്തെയും ഇന്ത്യയുടെ കരുത്തിനെയും വിശേഷിപ്പിക്കുന്ന ആദ്യത്തെ 3 ശ്ലോകങ്ങൾ മാത്രം ചൊല്ലിയാൽ മതി എന്ന തീരുമാനം മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെടുക്കുന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അത് സ്വീകരിച്ചു. ഇന്ത്യയുടെ ജനഗണമന എന്ന് പറയുന്ന ദേശീയ ഗാനത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടുള്ള രവീന്ദ്രനാഥ ടാഗോറുമായി ഈ വിഷയം ചർച്ച ചെയ്തതിന് ശേഷമാണ് മഹാത്മാഗാന്ധി ആയാലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയാലും ഈ വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത്. അന്ന് ആ നിലപാട് സ്വീകരിച്ചപ്പോൾ ഇന്ത്യയിൽ ആരും അതിനെ എതിർക്കാൻ ഉണ്ടായില്ല. കാരണം എന്താ? അതിനെ എതിർക്കാനുള്ള ശക്തിയോ അതിനെ എതിർക്കാനുള്ള ദേശീയ ബോധമോ RSSനോ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തിനോ അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയ്ക്കോ അന്നത്തെ ഹിന്ദു മഹാസഭയ്ക്കോ അതല്ലെങ്കിൽ അന്നത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ഉണ്ടായില്ല. അന്നെല്ലാം തീരുമാനിക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് പറയുന്നതാണ് ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് വന്ദേമാതരം ഇന്ത്യയിൽ ആ കാലഘട്ടത്തിൽ വിവാദമാവുകയും അതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കപ്പെടുകയും ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1950 ജനുവരി മാസം 24-ാം തീയതി, അതായത് റിപ്പബ്ലിക് ദിനത്തിന് തൊട്ട് 2 ദിവസം മുൻപാണ് ഈ ഗീതവും അതുപോലെ തന്നെ ഗാനവും ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ ഗാനമായും ഇന്ത്യയുടെ ദേശീയ ഗീതവും ആയിട്ടും പ്രഖ്യാപിക്കുന്നത്. അന്നും RSSനും ഹിന്ദു മഹാസഭയ്ക്കോ അതല്ലെങ്കിൽ അന്നത്തെ ജനസംഘത്തിന് ഒന്നും ഈ വിഷയത്തിൽ യാതൊരുവിധ ഇടപെടലുകളും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ഇതെപ്പോഴാണ് വിഷയമാകുന്നത്? അയോധ്യ നഷ്ടപ്പെട്ടു, പൗരത്വ ഭേദഗതി നിയമം നഷ്ടപ്പെട്ടു, ആർട്ടിക്കിൾ 370 എല്ലാം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു വിഷയം വേണം. ആ വിഷയം എവിടെയാണ് വേണ്ടത്? പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തണം. അപ്പോൾ പരാജയപ്പെടുത്താൻ പശ്ചിമ ബംഗാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വർഗീയ വിഷയം കൊണ്ടുവരണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ മുസ്ലിം മതവിഭാഗത്തിന് എതിരായി ഹിന്ദുക്കളെ ദേശീയതയുടെയും കൂടി ചാർത്ത് നൽകിക്കൊണ്ട് 2 വിഭാഗങ്ങളാക്കാൻ 1905 ബംഗാൾ വിഭജനത്തിന് ശേഷം ഹിന്ദുക്കളെയും മുസൽമാനെയും വിഭജിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം ഒരു രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് തന്നെ സ്പോൺസർ ചെയ്യുന്നത്. ആ സ്പോൺസർഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ് വന്ദേ മാതരം പ്രധാനപ്പെട്ട വിഷയമായി പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ മാറുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ ഗുണഫലങ്ങൾ BJPക്ക് കിട്ടി. അപ്പോൾ സ്വാഭാവികമായും ഇത് ദേശീയ തലത്തിൽ തന്നെ കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി ഇന്ത്യയിലെ 80% വരുന്ന ഹിന്ദുക്കളെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്താം എന്ന് പറയുന്ന അപകടകരമായിട്ടുള്ള രാഷ്ട്രീയ മുദ്രാവാക്യം അത് BJP ഉയർത്തിക്കൊണ്ടുവന്നതിൻ്റെ അനുരണനമാണ്, ഫലമാണ് ഇന്ന് ഇന്ത്യ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത്.